പ്രജിത, ഓ ഈ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിലെ ആ 5 പേരുടെ മരണം, ആ 24 വയസ്സുകാരൻ എന്തുകൊണ്ട് ഈ അരുംകൊലകൾ ചെയ്തു എന്നുള്ള തുടക്കം മുതലേ ഉള്ള കേരള സമൂഹത്തിന്റെ ഒരു സംശയം എന്ന് പറയുന്നത് ആ കടബാധ്യതകൾ തന്നെയാണ് എന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ആ കുട്ടി പയ്യൻ പറഞ്ഞത് തന്നെയാണ് സത്യം എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? അതെ അതെ അതെ, പറയൂ. അതായത് ചേട്ടാ 65 ലക്ഷം രൂപയുടെ കടം അമ്മയ്ക്കുണ്ടായിരുന്നു, ക്ഷമിക്കുണ്ടായിരുന്നു. അതായത് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഒരാളിൽ നിന്ന് കടം വാങ്ങുന്നു, അത് കൊടുക്കാൻ വേണ്ടി മറ്റൊരാളിൽ നിന്ന് വാങ്ങുന്നു. അത് സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇവർ നല്ല രീതിയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ് എന്നുള്ളത് ഇവരുടെ ബന്ധുക്കളിൽ നിന്നും അയൽവക്കക്കാരിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങളുണ്ട്. അതെ അതെ, അത് പക്ഷേ ഇവരെയും ചതിച്ചത്, ഒരു ആളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഇവരെയും ചതിച്ചത് കോവിഡാണ്. കോവിഡ് വന്നതോടുകൂടി ഇവർ അവിടെ പോകുന്ന സമയത്താണ് ഈ കോവിഡ് വരുന്നത്, ബാൻ വരുന്നത്. ഇവർ ഒരു 9 മാസത്തോളം അദ്ദേഹത്തിന്റെ അടുത്ത് ഗൾഫിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് തിരിച്ചു വരുന്നത്. അപ്പൊ തിരിച്ചു വന്ന സമയത്തേക്ക് ഇദ്ദേഹത്തിന് അവിടെ ഇലക്ട്രോണിക്സിന്റെയും സ്പെയർ പാർട്സിന്റെ ഒക്കെ കടയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അത്തരത്തിൽ ഒരു 7ഓളം കടകളുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു. അപ്പൊ അത്രയും കടകൾ ഉണ്ടായിരുന്ന സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ഈ കോവിഡ് വന്നതോടുകൂടി ഉണ്ടായ ബാനിൽ ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറി ദമാമിലേക്കോ മറ്റോ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോഴാണ് ഈ കുടുംബത്തിലേക്ക് കടബാധ്യത വരുന്നത്. അപ്പൊ സ്വാഭാവികമായും ഒരു കുടുംബം നടന്നുകൊണ്ടിരുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന്, അതായത് അവർ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളുണ്ട്. ആ പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒറ്റയടിക്ക് എന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇടിവ് വരികയും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴുണ്ടായിട്ടുള്ള കടമായിരിക്കാം ഈ 65 ലക്ഷം എന്നുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ മാത്രമല്ല ഈ പയ്യൻ അവിടെ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് പ്രതിയായിട്ടുള്ള അഫാൻ പറയുന്നുണ്ട് ഇവരെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് ആരാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിതാവിന്റെ സഹോദരൻ, ഭാര്യ, മുത്തശ്ശി, മാത്രമല്ല ചുറ്റുപാടുകളും മറ്റുള്ളവരും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അതായത് പക്ഷെ അത് ഒരിക്കലും അതായത് വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് മാത്രമല്ല ചേട്ടാ, ഒരാൾക്ക് ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയുടെ ആഘാതം എത്രത്തോളമാണ് എന്നുള്ളത് വീണവന് മാത്രമേ അറിയാൻ പാടുള്ളൂ. വീഴാതെ, അതായത് നമ്മൾ പറയില്ലേ പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കും എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം, അത് അഫാന്റെ ജീവിതത്തിൽ മാത്രമല്ല ഒരുവിധപ്പെട്ട സാധാരണക്കാരന്റെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതായത് നന്നായിരിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവൻ വീണത് എന്തുകൊണ്ടാണെന്നോ അവൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വീഴില്ലായിരുന്നു എന്നുള്ളതല്ല, ആ ഒരു വ്യക്തി വീഴാനുള്ള ഒരു സാഹചര്യം, അതായത് ഓരോരുത്തരുടെയും മനക്കരുത്തും പൊട്ടൻഷ്യലും എല്ലാം ഓരോ തരത്തിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് എനിക്കിപ്പോ വേണമെങ്കിൽ പറയാം ഇന്നയാൾക്ക് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ഇങ്ങനെ വരില്ലായിരുന്നു. പക്ഷേ അയാൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അയാളെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുമാണ് അദ്ദേഹം വീണു പോയത് എന്നുള്ളത് നമ്മൾ ഇതുപോലെ ഒരു ചുഴിയിലേക്ക് വീണു പോകുന്ന ഒരു നിമിഷമല്ലാതെ ഒരു മനുഷ്യനും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പല സമയത്തും പലർക്കും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊരു കൊച്ചു പയ്യനാണ്, സ്വാഭാവികമായിട്ടും അവന്റെ കൂട്ടുകാരൊക്കെ ഉൾപ്പെടെ അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു സമയമായിരിക്കാം ഇത്രയും. മാത്രമല്ല ഈ വീട്ടിൽ വന്ന് 12ഓളം പേരിൽ നിന്നാണ് ഇവർ പണം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവന് പറഞ്ഞല്ലോ ഈ അഫാന് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള കാശ് പോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യം. അപ്പൊ അത് നിത്യച്ചെലവുകൾക്ക് പോലും കടം വാങ്ങിയാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് പറയുമ്പോൾ തന്നെ നമുക്ക് ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോ പിതാവിന് ഇഖാമ അടക്കം പുതുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ പിതാവ് 7 മാസമായി വീട്ടിലേക്ക് എന്തെങ്കിലും അയച്ചിട്ട് അപ്പൊ അദ്ദേഹം ഈ ഒരു കോവിഡോടുകൂടി, അതായത് നമ്മൾ പറയും കോവിഡ് കഴിഞ്ഞില്ലേ, കോവിഡിന് ശേഷം എന്താണ് പ്രജിത ആ പറയുന്നത് ശരിയാണ്. കോവിഡ് പലരുടെയും നട്ടല്ലൊടിച്ചിട്ടുണ്ട്, പലരുടെയും. അതെ, അപ്പൊ ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഓരോരുത്തരുടെയും വീഴ്ചയുടെയും ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്ന ലോസിന്റെ ഒരു കണക്ക് നോക്കിക്കൊണ്ട് അത് പല തരത്തിലായിരിക്കും. ചിലർക്ക് പിടിച്ചു കയറാൻ പറ്റിയിട്ടുണ്ടാകും, ചിലർക്ക് പിടിച്ചു കയറാനേ പറ്റിയിട്ടുണ്ടാകില്ല. അപ്പൊ
ഈ ഇഖാമ പോലും പുതുക്കാൻ പറ്റാതെ ഇവരുടെ പിതാവ് അവിടെ വിദേശത്ത്, അതായത് ഗൾഫിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷവും ഇതാണ്. അപ്പോ ആദ്യം അഫാൻ പദ്ധതി ഇട്ടിരുന്നത് ആത്മഹത്യയായിരുന്നു. പക്ഷേ ആത്മഹത്യ, അപ്പോഴാണ് അവന്റെ സംശയം വരുന്നത്. പിന്നെ അവന്റെ ഉമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ പേടിയായിരുന്നു. ആത്മഹത്യയോട് അവരങ്ങനെ അതിനോട് ഭയങ്കര പേടിയായിരുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ വിഷയം. പിന്നെ മാത്രമല്ല, ഈ പറയുന്ന അഫാൻ ഒരു ഘട്ടത്തിൽ ചിന്തിക്കുകയാണ്, എല്ലാവരും ഒരുപോലെ മരിച്ചില്ലെങ്കിലോ, അങ്ങനെയും ചിന്തിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് വരുന്നത്. ഈ കൊലപാതകം നടത്തണമെങ്കിൽ എന്താ പറയാ, അതിനൊരു ധൈര്യം കിട്ടണമല്ലോ. ഒരു പക്ഷെ ആ ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അവൻ മദ്യപിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും. അത്രയല്ലേ ഉള്ളൂ പ്രായം. അപ്പോ ചേട്ടാ, ഈ പയ്യൻ ആദ്യം അമ്മയുടെ കഴുത്തില് കുരുക്കിട്ട്, ഷോൾ കൊണ്ട് കുരുക്കിട്ട് മുറുക്കി അവർ ബോധരഹിതയായി താഴെ വീണപ്പോ വിചാരിച്ചു ഉമ്മ മരിച്ചു. അപ്പൊ വാതിൽ പൂട്ടിയിട്ട് പോയിട്ട് ഈ പറയുന്ന ചുറ്റിക വാങ്ങാൻ വേണ്ടിയാണ് പോയത്. ചുറ്റിക വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും ഉമ്മ ഇവനെ നോക്കുന്നുണ്ട്, അഫാനെ നോക്കുകയാണ് ഉമ്മ. അപ്പോ പിന്നെ മരിച്ചിട്ടില്ലാന്ന് മനസ്സിലായതോടുകൂടി ആദ്യം പോയിട്ട് ചുറ്റികയ്ക്ക് അടിക്കുകയാണ്. ചുറ്റികയ്ക്ക് അടിച്ച് താഴെ വീണത് കണ്ട്, അതായത് മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞാൻ പുറത്തിറങ്ങി പോകുന്നത്. പിന്നീട് പോകുന്നത് ഉമ്മുമ്മയുടെ അടുത്തേക്ക്, സൽമാബിയുടെ അടുത്തേക്കാണ്. അവിടെയും ചെന്ന് ഇത്തരത്തിൽ കൊലപാതകം നടത്തുന്നു. ഈ ഉമ്മുമ്മയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവനെ വിമർശിച്ചത്, ഇവരുടെ ഫാമിലിയെ. അവരുടെ അച്ഛന്റെ വാപ്പയുടെ സഹോദരൻ ലത്തീഫ് എന്നല്ലേ ആളുടെ പേര്, അങ്ങനെ എന്തോ ആണ് പേര്. ഏതായാലും വാപ്പയുടെ അനിയനും അവരുടെ, അതായത് ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം. അതായത് പ്രജിത, ഇതിനകത്ത് നമുക്ക് ഇതിനകത്തൊരു വിഷയം വെച്ചാൽ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ കുറ്റം പറയാൻ ആളുണ്ടാവും. കാര്യം ഇത്തരത്തിലുള്ള വീഴ്ചകൾ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ആ വീഴ്ചകൾ അവരുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ കരിയർ ഗ്രാഫ് പൊങ്ങി നിൽക്കും, പിന്നെ താന്നു വരും. ലൈഫിലും അങ്ങനെ തന്നെയാണ്. സാമ്പത്തികം എന്ന് പറയുന്നത് എപ്പോഴും കരിയർ ഗ്രാഫ് മേളിൽ നിൽക്കണമെന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് ചേട്ടാ, ഒരു സാധാരണക്കാരന്റെ നട്ടലിലൂടെയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഒരു അസുഖം വന്നാൽ ഒരു പഴഞ്ചൊല്ല് ഭാഷയിൽ പറയും, ഒരു കണ്ണു നോവ് വന്നാൽ മതി നമ്മുടെ കാര്യം തീർപ്പാവും. അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുപോലെ ഇതില് ഇപ്പൊ ഈ ബന്ധുക്കൾ എന്ന് പറയുന്നവരെ സംബന്ധിച്ച്, ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താനേ ആളുണ്ടാവുള്ളൂ. അപ്പോൾ ഇവര് ഇപ്പോ പ്രജിത അല്പം മുമ്പ് സംസാരിച്ച പോലെ നമ്മുടെ കയ്യിൽ കാശുള്ള അവസരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കാശുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടാവും, ലൈഫ് സ്റ്റൈൽ നമുക്കുണ്ടാവും. ആ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുത്തനെ അങ്ങ് വീഴുമ്പോൾ, ഇന്നലെ വരെ, ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു, ഇന്നലെ വരെ നമ്മൾ പ്രാതൽ കഴിക്കുന്നത് ചിലപ്പോൾ പുട്ടും ചെറിയ രുചികരമായ എന്തെങ്കിലും കറിയൊക്കെ ആണെങ്കിൽ, നാളെ മുതൽ ഈ ഒരു വീഴ്ചയുടെ ഫലമായിട്ട് ഇന്നത്തെ കാലത്തെ ഈ കുട്ടികൾ അത് അംഗീകരിക്കണം. മുതിർന്നവർ ചിലപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ രാവിലെ കഞ്ഞി കുടിക്കുമായിരിക്കും, പക്ഷെ കുട്ടികൾ അംഗീകരിക്കണമെന്നില്ല. കാര്യം കുട്ടികൾ അത് കാണുന്നത്, എനിക്ക് തന്നെ അനുഭവമുള്ള നിരവധി കുടുംബമുണ്ട്, എൻ്റെ കുടുംബത്തിൽ തന്നെ അങ്ങനെയുള്ളവർ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക്, പക്ഷെ ഈ ബന്ധുക്കൾ എന്ന് പറയുന്നവർ എന്നും വിമർശകരായിരിക്കും. ബന്ധുക്കൾ ഇപ്പൊ ഈ 65 ലക്ഷം രൂപ വാങ്ങിച്ച് 12 പേരിൽ നിന്ന് വാങ്ങിച്ചെങ്കിലും ഈ വാങ്ങിയവർ ശല്യം ചെയ്യാൻ വന്നിരുന്നു എന്ന് പറയുന്നത് അവർക്ക് കാശിന്റെ ആവശ്യമുണ്ട്. പക്ഷേ ഈ മരണം ഉണ്ടായ ശേഷം അതിൽ ഒരാളും ഞങ്ങളുടെ നിന്ന് കാശ് വാങ്ങിച്ചതാണ്, ഞങ്ങളെ ഇവർ അങ്ങനെ ചെയ്തതാണെന്ന് ഒരു മനുഷ്യരും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞിട്ടില്ല. അവിടെയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബന്ധുക്കൾ എന്നും ശത്രുക്കൾ തന്നെയാണ്. ബന്ധുക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ കുടുംബത്തിന് സംഭവിച്ചത്. ഈ കുട്ടി ഈ ഒരു കൊലപാതകത്തിന്റെ കാരണം ഇതിലൂടെ ബന്ധുക്കളുടെ പീഡനം തന്നെയാണ്. ആ കുട്ടിക്ക് വേറൊരു മാർഗം അവന്റെ മനസ്സിലേക്ക് പോയില്ല. കാര്യം ആത്മഹത്യയെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ഉമ്മച്ചി ആത്മഹത്യക്ക് തയ്യാറായി. പക്ഷേ ഇവന് കൊച്ചു കൊച്ചു ജോലികളല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനത്തെ അതായത് കൃത്യമായ ഒരു ജോലി ഇല്ലാതിരുന്നത് കൊണ്ട് അവന്റെ മേലിലേക്കും നിനക്ക് എന്തെങ്കിലും പോയിക്കൂടെ എന്നുള്ള ചോദ്യം കൂടി പഠിക്കാനും അത്ര കണ്ട് മിടുക്കനൊന്നും ആയിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അതാണ് ഞാൻ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ അവരുടെ കുടുംബം, അതായത് ഇപ്പൊ നമ്മൾ ഒരു പോളിസി എടുത്തിട്ടുണ്ടെന്ന് വെക്കാം, നമ്മൾ വീണുപോയി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അത്രയും നാളെ അടച്ചോണ്ടിരുന്ന ഒരു പോളിസി നാളെ അടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അയാളുടെ പെരുമാറ്റവും മാറും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാള് വീണു പോകുന്നതിന്റെ ഒരു വ്യാപ്തി മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. കാരണം
മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും പറയുന്നു നമ്മുടെ ഈ ബന്ധുത്വത്തിനെ മനസ്സിലാവാതെ വരുള്ളൂ. ചില മനുഷ്യർക്ക് മനസ്സിലാവും, ചില നല്ല പുറമേ ഉള്ള ചില നല്ല മനസ്സുകാർക്ക് അത് മനസ്സിലാവും. ബന്ധുത്വത്തിന് അത് മനസ്സിലാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞത് ചേട്ടാ, ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്തുകൊണ്ട് ഈ കൊലപാതകം നടന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ആ മാനസികാവസ്ഥയിലേക്ക് അഫാനെ എത്തിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ, അതായത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതായിരിക്കില്ല. അതിനിടയിൽ ഈ കുട്ടിക്ക് ഒരു പ്രണയം ഉണ്ടാവുന്നു. ആ പ്രണയം പോലും, ആ പ്രണയം നടത്തി കൊടുക്കണം എന്ന് പറയുമ്പോൾ പോലും കുറ്റപ്പെടുത്തൽ ഉണ്ടായി എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം. അപ്പോൾ അതായത് ചോദിക്കുന്നത് സ്വാഭാവികമായിരിക്കും, ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന നിനക്ക് എങ്ങനെ കെട്ടിച്ചു തരും, നിനക്ക് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇത്രയൊക്കെ ഉണ്ടാവില്ലേ എന്നുള്ള ബാധ്യതയില്ലേ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും. അതിപ്പോ ഈ നമ്മൾക്ക് എന്താ പറയാ, അത് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ കുടുംബങ്ങളിലും ഉള്ള, സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങളിലും ഈ വിഷയങ്ങളൊക്കെ ഏറ്റക്കുറച്ചിലിന്റെ പേരിലുള്ള ഒരുപാട് വിഷയങ്ങളിൽ സാമ്പത്തികം തന്നെയാണ് ഇന്ന് സമൂഹത്തിലെ ഏറ്റവും വലിയ വിഷയം. അതായത് സ്വന്തം ജ്യേഷ്ഠാനുജന്മാർ പോലും മാറി നിൽക്കുന്നത് പോലെ ഈ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിലുണ്ട് എന്നുള്ളത് മണമുണ്ടെങ്കിലേ ഗുണമുള്ളൂ എന്ന് പറയുന്ന പോലെ അവരുടെ നല്ല സമയത്ത് ഈ ബന്ധുത്വം എല്ലാം അവരെ പുറകെ നിന്നിട്ടുള്ളവരായിരിക്കാം. അവരുടെ കയ്യിൽ അത് ഈ സമൂഹത്തിൽ ഒരു പരിച്ഛേദമാണ്. അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്തുകൊണ്ട് ഈ വെഞ്ഞാറമ്മൂട് കൊലപാതകം നടന്നു എന്നുള്ളതിന് കൂടുതൽ ആഴത്തിലേക്ക് പോകണമെന്നൊന്നുമില്ല. കാരണം എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഈ കടം തന്നെയാണ്, ഈ കുറ്റപ്പെടുത്തൽ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു കാരണമുണ്ടായി എന്നുള്ളതൊന്നും ഇതൊക്കെ തന്നെയായിരിക്കും. എങ്ങനെ ഇതിനുള്ള ഒരു അതായത് അത് മനക്കരുത്ത് എങ്ങനെ വന്നു എന്നുള്ളത് പോലും ചിലപ്പോ ഈ പറയുന്ന നമ്മൾ ഈ കുറ്റപ്പെടുത്തൽ കേട്ട് നമ്മുടെ മനസ്സിന്റെ നില വിട്ടുപോകുന്ന, മരവിച്ചു പോകും. ആ ഒരു അവസരത്തിലായിരിക്കാം ഈ ഒരു തീരുമാനം എടുക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ മദ്യപാനത്തിലേക്കും ഒക്കെ പോയിട്ട് 24 വയസ്സുകാരനായ ഒരു കുട്ടിക്ക് ചിലപ്പോൾ അത് അവന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് തന്നെയായിരിക്കും കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നമുക്കിപ്പോ പറയുമ്പോൾ 24 വയസ്സിലെ എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ ഓരോ മനുഷ്യന്റെയും മാനസിക നിലയുടെ ആ ഒരു പിടുത്തമുണ്ടല്ലോ, നമുക്കുണ്ടാവുന്ന ഒരു കരുത്ത്, ആ കരുത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പൊ അത് സമൂഹത്തിൽ എല്ലാവർക്കും ഒരിക്കലും ആത്മഹത്യ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ അല്ല. കൊലപാതകവും സൊല്യൂഷൻ അല്ല. കാര്യം ഇത്തരത്തിൽ ഒരു സിറ്റുവേഷൻ നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മൾ അതിനെ പിടിച്ചു നിൽക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലൊക്കെ നമുക്ക് ഇതിൽ പറയാനുള്ളതെന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. അതെ, ശരിയാണ്.